ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്നു ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിധിയേറെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. സക്രിയ പ്രവാചകൻ്റെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. നീയോ നിൻ്റെ നിയമരക്തം ഹേതുവായി ഞാൻ നിൻ്റെ ബദ്ധന്മാരെ വെള്ളമില്ലാത്ത കുഴിയിൽ നിന്ന് വിട്ടയക്കും. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്താണ് നാം വായിച്ചത്. നാം ഇവിടെ ചിന്തിക്കുന്നത് നിയമ രക്തത്തെക്കുറിച്ചാണ്. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിന് മുമ്പേ ആമേൻ നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരിൽ അതിശക്തനായ ഒരു പ്രവാചകനാണ് സക്രിയാവ് എന്ന് പറയുന്നത്. അപ്പോൾ സക്രിയാവ് തൻ്റെ പ്രവചനത്തിലൂടെ നിയമരക്തത്തെക്കുറിച്ച് പറയുമ്പോൾ ആ നിയമരക്തത്തിൻ്റെ ആ പ്രവചന പൂർത്തീകരണം മത്തായിയുടെ സുവിശേഷം 26 വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. അല്ലെങ്കിൽ അതിൻ്റെ 27, 28, 29 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ കാണാൻ കഴിയും. ഈ നിയമരക്തത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അനേകരുടെ പാപത്തിന് പരിഹാരമായി ക്രൂശിൽ നമുക്ക് വേണ്ടി ചൊരിയപ്പെട്ട ആ നിയമരക്തത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ വചനത്തെ മറ്റ് ചരിത്ര ഭാഗങ്ങളിലേക്കൊന്നും പോകാതെ ഈ നിയമത്തിൻ്റെ രക്തം അഥവാ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു വലിയ വിടുതലുണ്ട്. എന്തോ വിടുതലാണ്? പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും സാത്താൻ്റെ അധീനതയിൽ നിന്നും ഈ ലോകത്തിൻ്റെ അന്ധകാരത്തിൽ നിന്നും നമുക്ക് ലഭിച്ച വിടുതലാണ്. കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ അവസാനത്തുള്ളി രക്തം വരെ നമുക്ക് തന്ന് പാപത്തിന് പരിഹാരം നൽകി, പാപത്തിന് ശുദ്ധീകരണം നൽകി. അതുകൊണ്ട് ഈ നിയമത്തിൻ്റെ രക്തം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന സകല ജനത്തിനും അവൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുന്നതാണ്. മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം യേശുവിൻ്റെ രക്തമാണ്. ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തത്താൽ നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തിയാൽ പിന്നെ പാപത്തിന് നമ്മുടെ മേൽ ആധിപത്യം പുലർത്താൻ കഴിയില്ല. വചനം പറയുന്നത് കർത്താവ് ഇന്ന് നിങ്ങളോട് ചെയ്യുന്ന നിയമമാണ്, എൻ്റെ നിയമരക്ത ഹേതുവായി ഞാൻ നിൻ്റെ ബദ്ധന്മാരെ വെള്ളമില്ലാത്ത കുഴിയിൽ നിന്ന് വിട്ടയക്കുമെന്നുള്ളത്. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവവചനം വായിക്കുമ്പോൾ ഇതൊരു സാധാരണ നിയമമല്ല. ദൈവപുത്രൻ്റെ രക്തം മൂലം വരുന്ന ഒരു വലിയ പുതിയ നിയമത്തിൻ്റെ നിയമമാണ്. പഴയ നിയമത്തിൽ അനേകം നിയമങ്ങളുണ്ടെങ്കിലും പുതിയ നിയമത്തിൽ അത് കാൽവരി ക്രൂശിൽ യേശുവിൻ്റെ രക്തത്താൽ അവനിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് നൽകിയിരിക്കുന്ന അതിശ്രേഷ്ഠമായ വിടുതലിനെക്കുറിച്ചാണ് ഈ നിയമരക്തത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരിക്കൽ പോലും നമുക്ക് സ്വർഗരാജ്യത്തെക്കുറിച്ചോ ദൈവരാജ്യത്തെക്കുറിച്ചോ മനസ്സിലാക്കാൻ കഴിയാതെ പാപത്തിൻ്റെ അധീനമായ ശരീരത്തിൽ ജീവിച്ച് എന്നേക്കും നിത്യനരകത്തിനായി നമ്മൾ പോയിക്കൊണ്ടിരുന്നവരാണ്. എന്നാൽ അതിൽ നിന്നൊക്കെ നമ്മെ വിടുവിച്ച് നമുക്കൊരു പുതിയ അനുഭവം തന്ന്, പുതിയ ജീവിതം തന്ന് നമ്മെ ഇത്രത്തോളം കൊണ്ടുവന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണമാണ്. നമുക്കറിയാം, ഇന്ന് ലോകമെമ്പാട് കർത്താവിൻ്റെ ക്രൂശീകരണത്തിൻ്റെ ദിവസങ്ങളായി, കഷ്ടാനുഭവ നാളുകളിലെ ദിവസങ്ങളായി ആചരിക്കുകയാണ്. ഈ ദുഃഖവെള്ളിയാഴ്ച പലരും പലവിധമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ചെയ്ത് യേശുവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് അവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊന്നേ പറയുവാനുള്ളൂ. ഇന്നേക്ക് 2026 വർഷം മുമ്പ് സ്വർഗമഹിമകളെ വെടിഞ്ഞ് താണഭൂമിയിലേക്ക് വന്നവനായ യേശു തൻ്റെ പരശുശ്രൂഷയുടെ 3.5 വർഷം സകല ജനത്തിൻ്റെയും പാപത്തിനും ശാപത്തിനും രോഗത്തിനും ബന്ധനത്തിനും ഒക്കെ മാറ്റം വരുത്തി അവനെ പാപത്തിനധീനമായ ശരീരത്തിൽ വിടുവിച്ച് അവനെ സ്വതന്ത്രനാക്കിയ അനവധി സംഭവങ്ങളെ വിശുദ്ധ തിരുവെഴുത്ത് കാണാൻ കഴിയും. അവസാനം കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ തൻ്റെ രക്തം നമുക്കായി ഒഴുക്കി. ആ രക്തത്തിൽ നാം ഓരോരുത്തരും പങ്കാളിയായി മാറുമ്പോൾ, യേശുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിക്കുമ്പോൾ, ആ നിയമരക്തത്താൽ ഞാൻ നിങ്ങൾ കഴുകപ്പെടുമ്പോൾ, ശുദ്ധീകരിക്കപ്പെടുമ്പോൾ നമ്മുടെ മേലുള്ള എല്ലാ ശാപങ്ങളും സാത്താൻ്റെ ആധിപത്യങ്ങളും മാറി നിങ്ങൾ ക്രിസ്തുവിൽ സ്വതന്ത്രരായി മാറുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ, കഴിഞ്ഞ കാലങ്ങളായി എന്നെ കേൾക്കുന്ന സഹോദര യുവതി-യുവാവേ, കഴിഞ്ഞ കാലങ്ങളായി നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ശാപത്തിൻ്റെ, പാപത്തിൻ്റെ, രോഗത്തിൻ്റെ വിവിധ കെട്ടുകൾ അകപ്പെട്ട് സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ കണ്ണുനീരിൻ്റെ നടിയിലൂടെ നീ കടന്നു പോകുന്ന വ്യക്തിയാണ്. എന്ത് ചെയ്താലും നിനക്ക് സമാധാനമില്ല, സ്വസ്ഥതയില്ല. എവിടെ പോയാലും നീ കണ്ണുനീരിൻ്റെ നടുവിലാണ്. എന്ത് ചെയ്താലും ഒരു വിജയമില്ല, ജീവിതത്തിൽ ഉയർച്ചയില്ല. എവിടെ ചെന്ന് പറഞ്ഞാലും അവിടെ ഒരു പ്രശ്നമായി മാറും. പലപ്പോഴും ഇതിൻ്റെ ജീവിതം തന്നെ നഷ്ടത്തിലും പ്രയാസത്തിലും കലാശിക്കുന്ന അനുഭവങ്ങളാണ്. എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? കഴിഞ്ഞകാല ജീവിത പാപങ്ങൾ നിൻ്റെ ശരീരത്തോട് അവകാശം പറയുമ്പോൾ, നിൻ്റെ ആത്മാവിനോട് അവകാശം പറയുമ്പോൾ നിനക്കതിൽ നിന്നൊരു മോചനം പ്രാപിക്കാൻ കഴിയുന്നില്ല.
അതുകൊണ്ട് ഇന്ന് പകൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ആമി സക്രിയ പ്രവാചകൻ പറഞ്ഞു ചെയ്ത നിയമരക്തം, ആമി അഥവാ കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി ഒഴുകപ്പെട്ട പുതിയ നിയമത്തിൻ്റെ രക്തം, അത് യേശുവിൻ്റെ രക്തമാണ്. അതുകൊണ്ട് നിൻ്റെ പാപത്തിൻ്റെ കറകളെ മുഴുവൻ നീ യേശുവിൻ്റെ ഏറ്റുപറഞ്ഞ് കർത്താവായ യേശു ക്രിസ്തുവിടെ ആമയിൽ ശുദ്ധീകരണം പ്രാപിക്കുന്നെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന ഏത് പാപമായിരുന്നാലും രോഗമായിരുന്നാലും ഏതെല്ലാം ശാപത്തിൻ്റെ കെട്ടിലായിരുന്നാലും അതിൽ നിന്നൊക്കെ മോചനം തരുവാൻ യേശു കർത്താവിന് കഴിയുമെന്നുള്ള യാഥാർത്ഥ്യം ഇന്ന് പകൽ നീ മറന്നു പോകരുത്. ഹല്ലേലൂയ. ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ഞാൻ പറയട്ടെ, നിങ്ങളെല്ലാവരും പാപത്താൽ നിറയപ്പെട്ട പാപശരീരത്തിൽ അധീനരാണ്. ഒരിക്കൽ പോലും സമാധാനമില്ലാതെ മരണം മാത്രം മതിയെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ ജീവിതങ്ങളാണ്. അതിൻ്റെ നടുവിലാണ് യേശു നിങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ ഹല്ലേലൂയ ആ രക്തം ചൊരിഞ്ഞത്. അങ്ങനെ നിങ്ങൾ കഷ്ടപ്പെടുകയാണെങ്കിൽ ഇന്ന് പകൽ യേശുവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? ഗെത്സമന തോട്ടം മുതൽ ഹല്ലേലൂയ ആമി യേശുവിനെ ഹല്ലേലൂയ അവർ ചാട്ടവാറുകൊണ്ടടിച്ച് ആമിൻ ഹല്ലേലൂയ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് അവൻ്റെ ശരീരം ഉഴവുചാല് പോലെ കീറി ഭാരമേറെ ക്രൂശിൽ ചുമന്ന് അവൻ ഗോൽഗോഥായിൽ നമുക്ക് വേണ്ടി കാര്യരൂപാണിയാൽ തറയപ്പെട്ടു. അവൻ മുൾക്കിരീടധാരിയായി മാറി. ഹല്ലേലൂയ അവൻ്റെ ഹല്ലേലൂയ വിലാപ്പുറം കുത്തി തുറന്നു. അങ്ങനെ യേശു അവസാന തുള്ളി രക്തം വരെ തന്നു. ആ പുതിയ നിയമത്തിൻ്റെ രക്തം എന്ന് പറയുന്നത് നിന്റെ നന്മയ്ക്കാണ്. നിന്റെ കുടുംബത്തെയും സാത്താൻ പാപത്തിൻ്റെ അതിൽ കെട്ടിയിരിക്കുക. നിന്റെ കുടുംബം മദ്യത്തിൻ്റെയും മയക്കുമരുന്ന് ലഹരിയുടെ അടിമത്തത്തില്ല. ഈ ലോകത്തിൻ്റെ പാപസുഖങ്ങൾ നിന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുക. ഒരിക്കലും നിന്റെ കുടുംബത്തിനകത്ത് സമാധാനം ഉണ്ടാകരുത്. ഹല്ലേലൂയ. ഒരിക്കലും നീ സ്വസ്ഥമായി ജീവിക്കരുത് എന്ന് നീ കണ്ണുനീരിൻ്റെ നടുവിലൂടെ കടന്നു പോകണമെന്ന് പിശാച് പലവിധമായ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്, നീ കടന്നു പോകുന്ന പ്രതികൂല സാഹചര്യത്തിൽ നിന്ന് ദൈവം നിന്നെ വീണ്ടെടുപ്പാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി നിന്റെ ഹൃദയത്തെ കൊടുക്കുന്നെങ്കിൽ നീ ഇന്നുവരെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രതികൂലങ്ങളിൽ നിന്നും ദൈവം നിന്നെ വിടിവിപ്പാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. എത്രയോ കുടുംബങ്ങളാണ് കണ്ണുനീരിൽ കൂടി കടന്നു പോകുന്നത്, സങ്കടത്തിലൂടെ കടന്നു പോകുന്നത്. ജീവിതം ഒരിക്കൽ മാത്രമാണ് നമുക്ക് ഈ ഭൂമിയിൽ. ഹല്ലേലൂയ. രണ്ടാമതൊരു ജീവിതം ലഭിക്കത്തില്ല. ഈ ലഭിച്ച ജീവിതത്തിനകത്ത് ഹല്ലേലൂയ നിങ്ങളുടെ പാപത്തിന് പരിഹാരം വരുത്തി ശുദ്ധീകരണം വരുത്തി കർത്താവായ യേശു ക്രിസ്തുവിൽ ആത്മരക്ഷ പ്രാപിക്കണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർമ്മിക്കുകയാണ്. ഞാൻ ഈ ദൈവത്തിനൊക്കെ പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ ജീവിതമൊക്കെ എന്ന് പറയുന്നത് തകർന്ന തരിപ്പണമായി താറുമാറായി ആമേ ജീവിതമാണ്. എന്നാൽ യേശുവിൻ്റെ സ്നേഹം അനുഭവിച്ചപ്പോഴാണ് ആ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി ചൊരിയപ്പെട്ട ആ നിയമരക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ചപ്പോഴാണ് ഞാനൊരു സമാധാനമുള്ള വ്യക്തിയായി മാറിയത്. ഞാനതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി മധ്യാഹ്ന സമയത്തും ഈ പൊരിയുന്ന വെയിലത്തും ഈ കടൽക്കരയിലാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. എന്നെപ്പോലെ ആയിരങ്ങൾ പതിനായിരങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ പാപത്തിൽ ജീവിച്ചവർ ഇന്നും ജീവിക്കുന്നവർ അവർക്കൊരു മോചനം കിട്ടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, ഈ ലോകത്തിൻ്റെ ഏത് മൂലയിലായിരുന്നാലും നിൻ്റെ കഷ്ടതകൾക്ക് ആശ്വാസം തരുവാൻ ലോകത്തിന് ഇവിടുത്തെ നിയമങ്ങൾക്കോ ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾക്കോ മതങ്ങൾക്കോ നിൻ്റെ ആചാരങ്ങൾ കൊണ്ടോ കർമ്മങ്ങൾ കൊണ്ടോ നിൻ്റെ വിശ്വാസം കൊണ്ടോ കഴിയില്ല. മാത്രമല്ല നിന്റെ ധനം കൊണ്ടോ പാരമ്പര്യം കൊണ്ടോ ഒന്നും നിനക്കൊരിക്കലും മോചനം പ്രാപിക്കാൻ കഴിയില്ല. പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കുവാൻ നീ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം. ഹല്ലേലൂയ. യേശുവിനോട് നിന്റെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ ആ കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി ചൊരിയപ്പെട്ട ആ നിയമരക്തത്താൽ നിന്റെ പാപത്തിൻ്റെ കറകളെ കഴുകി യേശു നിനക്ക് ശുദ്ധീകരണം തരും. ഹല്ലേലൂയ. ഇന്ന് പകൽ നമുക്ക് ഒന്നിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി നിങ്ങളെ തന്നെ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ അവൻ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. തിരുവചനം നമ്മൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, അവൻ തന്നെ സ്നേഹിച്ച് തൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ നിയമവും ദൈവം പാലിക്കുന്ന ദൈവമാണെന്ന് ആവർത്തന പുസ്തകം 7:9 വായിക്കുന്നുണ്ട്. അതേ കർത്താവിൻ്റെ നിയമപെട്ടകത്തെ സകല ഇസ്രായേലിലും ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടി സമാഗമന കൂടാരത്തിൽ കർത്താവ് വെച്ചു. ആ പെട്ടകത്തിൽ ആകാശത്തു നിന്നും പൊഴിഞ്ഞ മന്ന വെച്ചു. ഇസ്രായേലിയർ ഈ നിയമം ആചരിക്കുന്നതിന് വേണ്ടി ദൈവം നൽകിയ 2 കൽപ്പനകളിൽ ദൈവം നൽകിയ 2 കൽപ്പനകളിൽ ദൈവത്തിൻ്റെ ന്യായപ്രമാണം എഴുതി ഹല്ലേലൂയ ആ പെട്ടകത്തിൽ വെച്ചു എന്ന് കാണാൻ കഴിയും. അത് എന്നെ കേൾക്കുന്ന പ്രിയരെ, സാധാരണ ദൈവം ദൈവം നമ്മോട് കരുണ കാണിക്കുന്നെങ്കിലും ദൈവം നമ്മുടെ ദയ കാണിക്കുന്നെങ്കിലും ദൈവം നമുക്ക് വേണ്ടി എഴുതി തന്നിരിക്കുന്ന ആ കൽപ്പനകളെ നാം അനുസരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വതന്ത്രമായി തീരുവാൻ കഴിയുന്നത്. അതുകൊണ്ട് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രമാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിന്ന് കാണുന്നുണ്ട്.
അത് ഇന്ന് പകൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ പാപശാപങ്ങളെ വിട്ട് നിങ്ങൾ ദൈവസ്ഥലേക്ക് മടങ്ങുക. വായിച്ച വചനം എന്താണ്? നീയോ നിന്റെ നിയമരക്തം ഹേതുവായി ഞാൻ നിന്റെ വ്യക്തന്മാരെ വെള്ളമില്ലാത്ത കുഴിയിൽ നിന്ന് വിട്ടയക്കും. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തിന് വേണ്ടി ഒരിക്കൽ കൂടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ മധ്യസ്ഥ ചെയ്യുമോ കർത്താവെ, പാപത്തിൻ്റെ അതിൽ വീണ് കിടക്കുന്ന സകല ജനങ്ങളും ആ കർത്താവായ യേശുവിനെ ദൈവരക്തത്താൽ കഴുകി ശുദ്ധീകരണം പ്രാപിച്ച് കർത്താവിലേക്ക് മടങ്ങി വരുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പാപങ്ങൾ, ശാപങ്ങൾ, രോഗങ്ങൾ, ബന്ധനങ്ങൾ എല്ലാം മാറി ഒരു വലിയ ശുദ്ധീകരണത്തിനായി പ്രാർത്ഥിക്കുന്നു. സകല ജനത്തെ ഇവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.